നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ITC എന്താണ്, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ട, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോകുമ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നോക്കി, ഇനി ഈ വീഡിയോയിൽ ITC എന്താണ്, ITC എപ്പോഴാണ് ക്ലെയിം ചെയ്യേണ്ടത്, ITC ആർക്കൊക്കെ ക്ലെയിം ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ITCയെ കുറിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ദ ഫസ്റ്റ് വൺ, എലിജിബിലിറ്റി ഫോർ ടേക്കിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതായത് നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇൻവേർട്ട് സപ്ലൈയും ഔട്ട്വേർഡ് സപ്ലൈയും ഉണ്ട്. ഈ ടേം മനസ്സിലാവണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നല്ലപോലെ മനസ്സിലാക്കിയാലേ നമ്മൾ ഇനി യൂസ് ചെയ്യുന്ന ടേംസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ഇൻവേർട്ട് സപ്ലൈയും ഔട്ട്വേർഡ് സപ്ലൈയും ഉണ്ട്. ഔട്ട്വേർഡ് സപ്ലൈയിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് നമ്മൾ ഫുള്ളായിട്ട്, അല്ലെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്തും, ഇൻവേർട്ട് സപ്ലൈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന GST എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനകത്തും ഉണ്ട്, അല്ലേ? ഈ ഔട്ട്വേർഡ് സപ്ലൈയുടെ സമയത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന GSTയിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണമെങ്കിൽ, ഇൻവേർട്ട് സപ്ലൈയുടെ സമയത്ത് നമ്മൾ പേ ചെയ്തിരിക്കുന്ന GST എന്ന് പറയുന്ന സാധനം മൈനസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് എലിജിബിലിറ്റി വേണ്ടത്, എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? നോക്കി, ആസ് പെർ സെക്ഷൻ 16 സബ്സെക്ഷൻ 1, സെക്ഷൻ 16 ഈ പറയുന്ന ITCനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. നോക്കി, as per section 16 subsection 1 of CGST Act 2017, every registered person shall, subject to such conditions and restrictions as may be prescribed and in the manner specified in section 49, and be entitled to take credit of input tax charged on any supply of goods or services or both to him which are used or intend to be used in the course or furtherance of business. Okay, എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഈ പറയുന്ന in the course or furtherance of businessന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, and the said amount shall be credited to the electronic credit ledger of such a person. ഓക്കെ, അതായത് ബേസിക് ആയിട്ട് പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ബിസിനസിന്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻവേർട്ട് സപ്ലൈ ഉണ്ടായിട്ടുണ്ട്. ആ ഇൻവേർട്ട് സപ്ലൈ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന GST എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് ലെഡ്ജറിനകത്തും ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പറയുന്നത് അതിൻ്റെ ഒരു ഫോർമാറ്റാണ് പറയണേ. നോക്കി, മിസ്റ്റർ K കൊൽക്കത്ത സോൾഡ് ടാക്സബിൾ ഗുഡ്സ് ടു മിസ്റ്റർ C ചെന്നൈ. Mr. B, being a buyer of goods, is eligible to claim the IGST as credit or purchases based on the tax invoice issued by Mr. K of Kolkata. ഇനി അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് നോക്കി. The first one, Mr. K will upload the details of all tax invoices issued in GSTR1. മനസ്സിലായോ? അതായത് മിസ്റ്റർ K ആണ് സെയിൽ ചെയ്യുന്നത്. മിസ്റ്റർ K സെയിൽ ചെയ്യുന്ന സമയത്ത് സിയുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിച്ചിട്ടുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മിസ്റ്റർ K വിൽ അപ്ലോഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ ടാക്സ് ഇൻവോയ്സസ് ഇഷ്യൂഡ് ഇൻ GSTR1. മനസ്സിലായോ? മിസ്റ്റർ Kയുടെ ഈ ടാക്സ് ഇൻവോയ്സിനകത്ത് എന്തുണ്ടാവും, ഈ പറയുന്നത് പോലെ അങ്ങേര് ആരിൽ നിന്നൊക്കെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്, ഏതാണ് ടാക്സബിൾ വാല്യൂ, എത്ര രൂപയാണ് GST എന്ന് പറയുന്നതെല്ലാം GSTR1 മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. And the details with respect to sale to Mr. C will get replicated in GSTR2A. The same data will be pulled when Mr. C filed GSTR2. അതായത് ഈ പറയുന്ന മിസ്റ്റർ K ഇത് ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ സിയുടെ GSTR2A ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് കിടപ്പുണ്ടാവും. ഇനി മിസ്റ്റർ C ഇത് GSTR ഫയൽ ചെയ്യാൻ നേരത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഏതിലോട്ട് വന്നോളും, GSTR2 വന്നോളും. And Mr. C will then accept the details of the purchase has been made and reported by the seller correctly, and subsequently the tax on the purchases will be credited to electronic credit ledger and Mr. C, and then we adjust it against the future output tax liability. മനസ്സിലായി? ഇതിൻ്റെ ഒരു പ്രോസസ് ആണ് പറയണേ. ഓക്കെ, ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ സപ്ലയറും നിങ്ങൾ റെസിപ്പിയൻറ്റും ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ റെസിപ്പിയൻറ്റും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ 5,000 റുപ്പീസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ നിങ്ങളിൽ നിന്ന് GST ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എത്ര വരും, 5,000 റുപ്പീസ് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് മൈനസ് ചെയ്യാം. ഇനി ഇവിടെ ഫസ്റ്റ് പ്രോസസ്സ് പറയുന്നത് എൻ്റെയാണ്. ഞാൻ എൻ്റെ GSTR1 ഫയൽ ചെയ്യാൻ നേരത്ത് ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്തതായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും രൂപ ടാക്സബിൾ എമൗണ്ട് വാങ്ങിച്ചതായിട്ടും അതിനകത്ത് ഇത്രയും രൂപ ടാക്സ് ലയബിലിറ്റി ആണെന്നും എല്ലാ ഡീറ്റെയിൽസും ഞാൻ എവിടെ അപ്ലൈ ചെയ്യും, നിങ്ങളുടെ പാൻ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ GST രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച്, ദാറ്റ് മീൻസ് എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഞാൻ അതിനകത്ത് കയറുന്നു. എന്നിട്ട് ഞാൻ ടാക്സ് ഇൻവോയ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ GSTR നമ്പർ അടിക്കുന്നു. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ GSTR2A ഓക്കെ, നിങ്ങളത് ഫയൽ ചെയ്യാൻ നേരത്ത് GST റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ GSTR2A ആ ഡീറ്റെയിൽസ് എല്ലാം വന്ന് കിടക്കും.
മനസ്സിലായി? നിങ്ങൾ ആരിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചത്, നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്, എല്ലാ ഡീറ്റെയിൽസും GSTR 2A വന്ന് കിടക്കും. ഇനി നിങ്ങൾ GSTR ഫയൽ ചെയ്യാൻ നേരത്ത് ഈ 2Aയിൽ കിടക്കുന്ന ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഏതിനകത്ത് വന്നോളും? നിങ്ങളുടെ GSTR 2 വന്നോളും. ദാറ്റ് മീൻസ് അവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടാക്സുകൾ ഫുള്ളായിട്ട് നിങ്ങളുടെ ഏതിനകത്ത് വരും? നിങ്ങളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനകത്തോട്ട് വന്ന് കിടക്കും. മനസ്സിലായി? ഇപ്പോൾ 5000, ഇപ്പോൾ എൻ്റെ 5000 വാങ്ങിച്ചു, അങ്ങനെ നിങ്ങൾ പലരിൽ നിന്ന് പല സാധനങ്ങൾ വാങ്ങിച്ച വഴിക്ക് നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപ നിങ്ങൾ ഓൾറെഡി GST ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനകത്ത് ആ 2 ലക്ഷം രൂപ വന്ന് കിടക്കും. മനസ്സിലായി? ഇനി നിങ്ങൾക്ക് സപ്ലൈ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ GSTR 1 ഫയൽ ചെയ്യുന്ന നേരത്ത്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ GST കളക്ട് ചെയ്യാൻ നേരത്ത് ആ കളക്ട് ചെയ്ത എമൗണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കലി എവിടെ വന്ന് കിടക്കുന്നുണ്ടാവും? ഈ പറയുന്ന നിങ്ങൾ GSTR 1 ഫയൽ ചെയ്യുന്ന നേരത്ത് ക്യാഷ് ലെഡ്ജറിനകത്ത് വന്ന് കിടക്കണം. ഇനി ഇത് പേയ്മെന്റ് നടക്കുന്ന സമയത്ത്, ഓക്കെ, എന്ത് ചെയ്താൽ മതി? GSTRന്റെ പേയ്മെന്റ് നടക്കുന്ന സമയത്ത് ഇത് സെറ്റ് ഓഫ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി തന്നെ ബാലൻസ് എത്രയാണ് പേ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വരും. പ്രോസസ്സ് മനസ്സിലായല്ലോ? ആൻഡ് നെക്സ്റ്റ് വൺ നോക്കി, യൂട്ടിലൈസേഷൻ ഓഫ് ITC. ഇത് നമ്മൾ പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചതാണ് അല്ലേ? CGST ഉണ്ട്, SGST ഉണ്ട്, IGST ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണേ നോക്കി. ആദ്യം CGST ആണ്. CGSTക്ക് CGST അലൗഡ് ആണ്, IGST അലൗഡ് ആണ്. ഫസ്റ്റ് ഏത് കൊടുക്കണം? ഫസ്റ്റ് ഏത് മൈനസ് ചെയ്യണം? CGST മൈനസ് ചെയ്യണം, പിന്നെ IGST മൈനസ് ചെയ്യണം അല്ലേ? ഇതേപോലെ തന്നെയാണ് SGSTയും. SGSTക്ക് ഏതൊക്കെ അലൗഡാ? SGST അലൗഡ് ആണ്, IGST അലൗഡ് ആണ്. സോ ഫസ്റ്റ് SGST മൈനസ് ചെയ്യണം, പിന്നെ IGST മൈനസ് ചെയ്യണം. ആൻഡ് ദ തേർഡ് വൺ IGST ആണെങ്കിൽ CGST, SGST, IGST ഇത് മൂന്നും അലൗഡ് ആണ്. ഏത് രീതിയിൽ മറ്റേ ഏതിന് പ്രയോറിറ്റി കൊടുക്കണം? ആദ്യം IGSTക്ക് കൊടുക്കണം, പിന്നെ CGSTക്ക് കൊടുക്കണം, പിന്നെ SGSTക്ക് കൊടുക്കണം. ഈ പറയുന്ന ഇതിൽ തന്നെ ടൈമിൽ തന്നെ പോകണം. സിറ്റുവേഷൻ മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇനി ITC is an integrated of goods and services. ഓക്കെ, നോക്കി, അതായത് സിൻസ് GST is charged on both goods and services, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇൻപുട്ട് സപ്ലൈ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഇൻപുട്ട് ഗുഡ്സും ഉണ്ടാവും, ഇൻപുട്ട് സർവീസസും ഉണ്ടാവും അല്ലേ? ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാൻ ബി അവൈൽഡ് ഓൺ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ പറയുന്നത് പോലെ നിങ്ങളൊരു മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇൻപുട്ട് ഗുഡ്സ് ആണെങ്കിലും ശരി, ഇൻപുട്ട് സർവീസ് ആണെങ്കിലും ശരി, അതിന് നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, എക്സെപ്റ്റ് ദോസ് വിച്ച് ആർ ഓൺ ദ എക്സെപ്റ്റഡ് ഓർ നെഗറ്റീവ് ലിസ്റ്റ്. നെഗറ്റീവ് ലിസ്റ്റിനകത്ത് പറയുന്ന ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് അലൗഡ് ഓൺ ക്യാപിറ്റൽ ഗുഡ്സ്. സോ ഏതിനും കൂടെ ITC അലൗഡ് ആണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നതിനും കൂടെ ITC അലൗഡ് ആണ്. സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്തതുപോലെ, നിങ്ങളൊരു മാനുഫാക്ചറർ ആണ്, നിങ്ങളൊരു കമ്പനിക്കകത്ത് ഇരിക്കുകയാണ്. ഈ മാനുഫാക്ചർ ആയിട്ടുള്ള നിങ്ങൾ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻപുട്ട് സപ്ലൈ, ആ ഇൻപുട്ട് സപ്ലൈക്കകത്ത് ഇൻപുട്ട് ഗുഡ്സും ഉണ്ടായിട്ടുണ്ട്, ഇൻപുട്ട് സർവീസസും ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു പ്രൊഡക്ഷൻ നടത്തി സെയിൽ ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗുഡ്സിനോ ഇൻപുട്ട് സർവീസസിനോ ഇൻപുട്ട് ഗുഡ്സിനോ ഏതെങ്കിലും തരത്തിലുള്ള എന്ത് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആ മൂന്ന് എമൗണ്ടിനും, ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലും പിന്നെ ഏതാ, ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലും ഇൻപുട്ട് ഗുഡ്സ് ആണെങ്കിലും ഇൻപുട്ട് സർവീസസ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ITC ക്ലെയിം ചെയ്യാം. മനസ്സിലായി? ഇനി ITC പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് ഉണ്ടാവുന്ന മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇന്ന് കുറച്ച് ഗുഡ്സ് വാങ്ങിച്ചു, ഇന്നൊരു 5000 യൂണിറ്റ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ആ 5000 യൂണിറ്റ് ഗുഡ്സ് പർച്ചേസ് ചെയ്ത സമയത്ത് ആ 5000 ഒരു 5000 രൂപ നിങ്ങൾ GST ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ 5000 യൂണിറ്റ് തന്നെ സെയിൽ ചെയ്യണമെന്നില്ല. എന്തിനാ? ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫയൽ ചെയ്യാൻ. ഓക്കെ, കൺഫ്യൂഷൻ ആയില്ലല്ലോ? എങ്ങനെയായിരുന്നു? നിങ്ങളൊരു 5000 യൂണിറ്റ് റോ മെറ്റീരിയൽ വാങ്ങിച്ചു, എന്നിട്ട് അത് പ്രോസസ് ചെയ്യാൻ, അല്ലെങ്കിൽ 5000 യൂണിറ്റ് റോ മെറ്റീരിയൽ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളൊരു 5000 രൂപ GST ആയിട്ട് പേ ചെയ്തു. 5000 രൂപയുടെ GST ആയിട്ട് നിങ്ങൾ പേ ചെയ്തു. ഓക്കെ, ഇനി ഈ 5000 യൂണിറ്റ്, നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന 5000 യൂണിറ്റ് റോ മെറ്റീരിയൽ തന്നെ സെയിൽ ചെയ്യണമെന്നില്ല. എന്തിനു വേണ്ടിയിട്ടാ? ഈ 5000 റുപ്പീസിന്റെ GST ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? സോ ഇപ്പൊ വാങ്ങിച്ച ഗുഡ്സിന്, ഇപ്പൊ വാങ്ങിച്ച ഇൻപുട്ട് ഗുഡ്സിന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം? ഈ ITC ക്ലെയിം ചെയ്യാം. മനസ്സിലായി? ഇപ്പൊ പഴയ സ്റ്റോക്ക് ഏതെങ്കിലും ആണ് സെയിൽ ചെയ്യണേ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതായത് അതാത് ഗുഡ്സ്, വാങ്ങിച്ച ഗുഡ്സ് തന്നെ സെയിൽ ചെയ്യണമെന്നില്ല. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ ITC എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴും കുറേ പ്രശ്നങ്ങൾ കയറി വരും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനെയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ കയറി വരും. എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെന്ന് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. സോ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക. ഇന്ന് ഞങ്ങളൊരു 5000 ഗുഡ്സ് വാങ്ങിച്ചു. ആ 5000 ഗുഡ്സിന് 5000 രൂപ ITC ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണം, അല്ലെങ്കിൽ ITC ആയിട്ട്, അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക് കൊണ്ടുവന്ന ദിവസം തന്നെ പഴയ മുമ്പുണ്ടായിരുന്ന കുറേ ഗുഡ്സ് സെയിൽ ചെയ്ത സമയത്ത് നമ്മളൊരു 10000 രൂപ GST ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ 10000-ൽ നിന്ന് ഏത് മൈനസ് ചെയ്യാം? ഇന്ന് വന്ന ഗുഡ്സിന്റെ 5000 രൂപ മൈനസ് ചെയ്യാം. അതിന് ഈ 5000 രൂപയുടെ ഗുഡ്സ്, അല്ലെങ്കിൽ 5000 രൂപ GST ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ 5000 യൂണിറ്റ് ഗുഡ്സ് തന്നെ എന്ത് ചെയ്യണമെന്നില്ല? സെയിൽ ചെയ്യണമെന്നില്ല. മനസ്സിലായോ?
പറഞ്ഞ കാര്യം മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു. നോക്കി, ഇനി ദ കണ്ടീഷൻ ഫോർ ടേക്കിംഗ് ഐ ടി സി ക്ലെയിം ചെയ്യണമെങ്കിൽ ഉണ്ടാവേണ്ട ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസിനെ കുറിച്ചാണ് പറയണേ. നമ്പർ 1, ഹി ഈസ് ഇൻ പൊസഷൻ ഓഫ് എ ടാക്സ് ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ സച്ച് അതർ ടാക്സ് പേയിങ് ഡോക്യുമെന്റ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. നിങ്ങൾക്കാണ് താൽക്കാലികമായിട്ട് നിങ്ങൾക്കാണ് ഇപ്പോൾ ഐ ടി സി ക്ലെയിം ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഞാൻ സപ്ലയറും നിങ്ങൾ റെസിപ്പിയൻറ്റും ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഐ ടി സി ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻവോയ്സ് അല്ലെങ്കിൽ ആ ബില്ല് അല്ലെങ്കിൽ ആ ടാക്സ് കാണിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ കയ്യിൽ വശമുണ്ടായിരിക്കണം. മനസ്സിലായി? ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ ബില്ലിൽ എൻ്റെ എന്തുണ്ടാവും, നമ്മുടെ GST നമ്പറൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഐ ടി സി ക്ലെയിം ചെയ്യണേ. സോ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും അതിൻ്റെ ബില്ല് ഉണ്ടായിരിക്കണം. നമ്പർ 1. നമ്പർ 2, ഹി ഹാസ് റിസീവ്ഡ് ദ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സോ സർവീസോ റിസീവ് ചെയ്തിരിക്കണം. മനസ്സിലായി? അത് നിങ്ങൾ തന്നെ റിസീവ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം എനിക്ക് വേറൊരു തേർഡ് പേഴ്സൺ കൊടുത്താലും മതി. ദാറ്റ് മീൻസ് ഗുഡ്സോ സർവീസസ് ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞാൻ അതൊരു തേർഡ് പേഴ്സൺ കൊടുത്തിരിക്കണം. ആൻഡ് മൂന്നാമത്തെ കണ്ടീഷൻ, subject to the provision of section 41, the tax charged in respect of such supply has been actually paid to the government either in cash or through utilization of input tax credit admissible in respect of the said supply. ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം? ഗവൺമെന്റിലോട്ട് പേ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തിരിക്കണം. അതായത് നിങ്ങളിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എവിടേക്ക് സബ്മിറ്റ് ചെയ്യണം എന്നർത്ഥം, ഗവൺമെന്റിലോട്ട് സബ്മിറ്റ് ചെയ്യണം എന്നർത്ഥം. മനസ്സിലായി? അതായത് ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഐ ടി സി ആയിട്ട് ഞാൻ 5000 രൂപയാണ്, നിങ്ങളിൽ നിന്ന് ഐ ടി സി ആയിട്ട് ഞാൻ 5000 rupees ആണ് കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ 5000 രൂപ ഞാൻ ഗവൺമെന്റിലോട്ട് അടച്ചിരിക്കണം. മനസ്സിലായോ? അതല്ലെങ്കിൽ എനിക്കും ഇതേപോലെ ഐ ടി സി ആയിട്ട് ക്ലെയിം ചെയ്യേണ്ട എമൗണ്ട് ഉണ്ടാവും. സോ ഈ 5000 ഞാൻ എന്തായിട്ട് ക്ലെയിം ചെയ്തിരിക്കണം? എൻ്റെ ക്യാഷ് ലെഡ്ജറും ക്രെഡിറ്റ് ലെഡ്ജറും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. സോ നമ്പർ 1, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന നേരത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ടി സി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്ലയർ തന്നിരിക്കുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം. നമ്പർ 2, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് വേറൊരാളോ എന്ത് ചെയ്യണം? ഈ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സോ സർവീസോ റിസീവ് ചെയ്തിരിക്കണം. ആൻഡ് നമ്പർ 3 എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന സപ്ലയർ ആരാണോ ഈ പുള്ളിക്കാരൻ ഇത് ഗവൺമെന്റിനെ ഇൻഫോം ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് ഗവൺമെന്റിലോട്ട് ഇത് ടാക്സ് ആയിട്ട് പേ ചെയ്തിരിക്കണം. ആൻഡ് provided that whether the goods against an invoice are received in lots or installment, the registered person shall be entitled to take the credit upon the receipt of the last lot or installment. മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയായിരുന്നു നോക്കി, ദ ഗുഡ്സ് അഗെയിൻസ്റ്റ് ആൻ ഇൻവോയ്സ് ആർ റിസീവ്ഡ്. അതായത് ഒരു ഇൻവോയ്സ് ഉണ്ട്, ആ ഇൻവോയ്സിനകത്ത് നിങ്ങൾക്ക് 3, 4, 5 തവണയായിട്ടാണ് ഗുഡ്സ് വരണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഐ ടി സി ക്ലെയിം ചെയ്യണമെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ലോട്ട് വരണം, അല്ലെങ്കിൽ ആ ലാസ്റ്റ് ലോട്ട് അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് തീരണം. മനസ്സിലായി? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു 1,00,000 രൂപ തന്നിട്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 5000 യൂണിറ്റ് ഗുഡ്സ് വാങ്ങിച്ചു. സോ നിങ്ങൾ എനിക്ക് പൈസ തരുവാണ്. പൈസ തന്നിട്ട് നിങ്ങൾ അതിൻ്റെ ടാക്സും കൂടെ 1,10,000 രൂപയാണ് ഞാൻ കളക്ട് ചെയ്യണേ. ദാറ്റ് മീൻസ് 10,000 രൂപ നിങ്ങൾ എനിക്ക് ടാക്സും കൂടെ തന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ 5000 യൂണിറ്റ് ഇപ്പോൾ സ്റ്റോക്കില്ല. സോ നമ്മൾ വീണ്ടും ഒരു എഗ്രിമെൻ്റ് എത്തുന്നു. ഞാൻ ഇപ്പോൾ ഒരു 2000 യൂണിറ്റ് തരാം. അത് കഴിഞ്ഞ് അടുത്ത മാസം ഞാൻ വീണ്ടും ഒരു 2000 യൂണിറ്റ് തരാം. അത് കഴിഞ്ഞ് 3-ാമത്തെ മാസം തുടക്കത്തിൽ ഞാനൊരു 1000 യൂണിറ്റ് തരാം. അങ്ങനെ ഒരു സിംഗിൾ ഇൻവോയ്സിന് ഞാൻ 3 ലോട്ടായിട്ടാണ് നിങ്ങൾക്ക് എന്ത് തരാൻ പോണേ? ഗുഡ്സ് തരാൻ പോണേ. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട എന്നാണെന്നറിയാമോ? ആദ്യമേ തന്നെ നിങ്ങൾ എനിക്ക് 1,00,000 രൂപ തന്നിട്ടുണ്ട്. അതായത് ഈ 5000 ഗുഡ്സിൻ്റെ 10,000 രൂപ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഈ 10,000 രൂപ ഐ ടി സി ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ എപ്പോഴാണ്? ആ ലാസ്റ്റ് ലോട്ട് ഗുഡ്സ് വരണം, അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ചെയ്തിരിക്കണം. സിറ്റുവേഷൻ മനസ്സിലായോ? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഐ ടി സി ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. Provided further that where the recipient fails to pay to the supplier of goods or services or both other than the suppliers on which the tax is payable on reverse charge mechanism, the amount towards the value of supply along with the tax payable thereon within the period of 108 days from the date of issue of invoice by the supplier and amount to the input tax credit availed by the recipient shall be added to his output tax liability along with the interest thereon in such manner as may be prescribed. അതായത് ഇവിടെ പറയുന്നത് ഈ 1,10,000 കേസ് തന്നെ ഇരിക്കട്ടെ. 1,10,000 രൂപ നിങ്ങൾ എനിക്ക് തന്നില്ല, ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് തന്നു. നമ്മൾ വളരെ അറിയാവുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് നിങ്ങൾ എൻ്റെ റെസിപ്പിയൻ്റ് ആണ്, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കുന്ന ആളാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ മുകളിലുള്ള വിശ്വാസത്തിൽ ഞാൻ 1,10,000 രൂപ ക്യാഷ് ആയിട്ട് വാങ്ങിക്കാതെ
നിങ്ങൾക്ക് ഗുഡ്സ് എടുത്തുകൊണ്ട് പോകാൻ പറയണേ. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇൻവോയ്സ് തന്നാൽ, ഒരു 180 ഡേയ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇൻവോയ്സ് തന്നാൽ ആ ഇൻവോയ്സിന് നിങ്ങൾ 180 ദിവസത്തിനുള്ളിൽ എന്ത് തന്നേ പറ്റൂ? പേയ്മെന്റ് തന്നേ പറ്റൂ. ഇനി അങ്ങനെ നിങ്ങൾ പേയ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആ ഇൻവോയ്സ് പ്രകാരം ITC ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആ ITC നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി ആവും. നിങ്ങൾക്ക് അതിന്റെ ഇൻട്രസ്റ്റും കൂടെ അടയ്ക്കേണ്ടി വരും. മനസ്സിലായല്ലോ? ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടെ പറയാം. ഈ പറയുന്നത് പോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് 1,10,000 രൂപ ഗുഡ്സ് എടുത്തുകൊണ്ട് പോകണം. 1 ലക്ഷം രൂപ കോസ്റ്റും 10,000 രൂപ ടാക്സും. സോ 1,10,000 രൂപ അല്ലെങ്കിൽ 1,10,000 രൂപയുടെ എന്തെടുത്തുകൊണ്ട് പോകണേ? ഇൻവോയ്സ് ഞാൻ നിങ്ങൾക്ക് തരണേ. നിങ്ങൾ എനിക്ക് പൈസ തന്നിട്ടില്ല. ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു 20,000 രൂപ ടാക്സ് ഗവൺമെന്റിലോട്ട് അടയ്ക്കാനുണ്ടായിരുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്തു? ഈ ഇൻവോയ്സിന്റെ നമ്പറും ബില്ലും കാര്യങ്ങളൊക്കെ വെച്ച് 20,000-ൽ നിന്ന് 10,000 രൂപ ITC ക്ലെയിം ചെയ്ത് ബാലൻസ് 10,000 രൂപ മാത്രമാണ് ഗവൺമെന്റിലോട്ട് അടയ്ക്കണേ. നിങ്ങൾ എനിക്ക് പൈസ തന്നിട്ടുണ്ടോ? പൈസ തന്നിട്ടില്ല. പൈസ തരാതെ എനിക്കിത് ഗവൺമെന്റിലോട്ട് അടയ്ക്കാൻ പറ്റുമോ? അടയ്ക്കാനും പറ്റില്ല. സോ ഇവിടെ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് 180 ദിവസമാണ്. ആ 180 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എനിക്ക് എന്ത് തരികയാണെങ്കിൽ, പേയ്മെന്റ് തരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 180 ദിവസം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് 180 ഡേയ്സ് ആയിട്ടും നിങ്ങൾ എനിക്ക് എന്ത് തന്നിട്ടില്ലെങ്കിൽ, പേയ്മെന്റ് എന്ന് പറയുന്ന സാധനം തന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇവിടെ ഓൾറെഡി ഏതെടുത്തു കഴിഞ്ഞു? ITC ക്ലെയിം ചെയ്തു കഴിഞ്ഞു അല്ലേ? 20,000 രൂപ ടാക്സ് അടക്കേണ്ട അവിടെ നിന്ന് 10,000 രൂപ മൈനസ് ചെയ്ത് ബാക്കി 10,000 മാത്രമാണ് നിങ്ങൾ എടുത്തത്. സോ നിങ്ങൾ ഓൾറെഡി ITC ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ആ ITC നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? റിവേഴ്സ് ചെയ്യേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് ആ 10,000 രൂപ നിങ്ങൾ ക്ലെയിം ചെയ്ത ITC ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എന്തായിട്ട് മാറും? ടാക്സ് ലയബിലിറ്റി ആയിട്ട് മാറും. അടുത്തത്, recipient shall be entitled to avail of the credit of input tax on payment made by him on the amount towards the value of supply of goods or services or both along with the tax payable thereon. അതായത് ഭാവിയിൽ നിങ്ങൾ അത് പേയ്മെന്റ് നടത്തുകയാണെന്ന് വിചാരിക്കുക. 6 മാസത്തിനുള്ളിൽ നിങ്ങൾ പേയ്മെന്റ് നടത്തിയില്ല, അത് റിവേഴ്സ് ആയി. സോ ഭാവിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അതിന്റെ പേയ്മെന്റ്, ഇപ്പോൾ ഒരു 8 മാസം 9 മാസമോ കഴിഞ്ഞിട്ട് ആ 1,10,000 രൂപ എനിക്ക് തന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ എടുത്തോ? ഏതെടുത്തോ? ആ 10,000 രൂപ ITC എടുത്തോ. സോ നോർമൽ കേസിനകത്ത് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 180 ഡേയ്സ് എന്ന് പറയുന്നതിനുള്ളിൽ നിങ്ങൾ എനിക്ക് പേയ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ ITC നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യേണ്ടി വരും. സിറ്റുവേഷൻ നമ്പർ 1. അങ്ങനെ റിവേഴ്സ് ചെയ്തു. ആ 10,000 രൂപ നിങ്ങൾ നിങ്ങളുടെ ടാക്സ് ആയിട്ട് കാണിച്ചു. ആ 10,000 രൂപയും കൂടെ ഗവൺമെന്റിലോട്ട് അടച്ചു. ഒരു 8-9 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഫണ്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഫണ്ട് എനിക്ക് തരികയാണെങ്കിൽ, ദാറ്റ് മീൻസ് ആ 1,10,000 rupees എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ, തന്നതിന് ശേഷം നിങ്ങൾ GST എടുത്തു അല്ലെങ്കിൽ ITC ആയിട്ട് ക്ലെയിം ചെയ്തു. നോ ഇഷ്യൂസ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, 16(3) പ്രകാരം പറയുന്നത്, where the registered person has claimed depreciation on the tax components of the cost of capital of goods and the plant and machinery under the provision of Income Tax Act 1961, the input tax credit on the said tax component shall not be allowed. അതായത് 2 ബെനിഫിറ്റും കൂടെ പാടില്ല എന്നർത്ഥം. മനസ്സിലായി? ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 1,10,000 രൂപയുടെ ക്യാപിറ്റൽ ഗുഡ്സ് ആണ് നിങ്ങൾ വാങ്ങിച്ചത്. എൻ്റെ കയ്യിൽ നിന്ന് 1,10,000 രൂപയുടെ ക്യാപിറ്റൽ ഗുഡ്സ് ആണ് വാങ്ങിച്ചതെന്ന് വിചാരിക്കുക. നമ്മൾ ഇൻകം ടാക്സിനകത്ത് ആക്ച്വൽ കോസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത്, PGBP ഒക്കെ പഠിക്കുമ്പോൾ ആക്ച്വൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ടാക്സ് റിവേഴ്സ് ചെയ്യുന്ന രീതിയിൽ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതിൽ നിന്ന് മൈനസ് ചെയ്യണം? ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. അതായത് ഇവിടെ 1,10,000 രൂപ കൊടുത്തിട്ടാണ് നിങ്ങൾ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കുന്നത്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ആ 1,10,000-ലെ 10,000 രൂപ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടാക്സ് നിങ്ങൾ ഭാവിയിൽ റിവേഴ്സ് ചെയ്യും. പോയിന്റ് നമ്പർ 3, ഇത് നിങ്ങളുടെ അസറ്റായി, ക്യാപിറ്റൽ ഗുഡ്സ് ആണ്, ഇത് നിങ്ങളുടെ അസറ്റായി വർഷം നിങ്ങൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് 1,10,000 രൂപയ്ക്ക് ആക്ച്വൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആ 1,10,000 രൂപയ്ക്ക് ഡിപ്രീസിയേഷൻ കാണാൻ പാടില്ല. മനസ്സിലായി? അങ്ങനെ 1,10,000 രൂപയ്ക്ക് ഇൻകം ടാക്സ് പ്രകാരം നിങ്ങൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ ഓൾറെഡി അവൈൽ ചെയ്തിരിക്കുന്ന 10,000 rupees എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ച് ഗവൺമെന്റിലോട്ട് തന്നെ പേ ചെയ്യേണ്ടി വരും. അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിനാണെന്ന് ആലോചിക്കുക. ഇവിടെ 2 തരത്തിലുള്ള ബെനിഫിറ്റ്സ് വരും അല്ലേ? അങ്ങനെയല്ലേ? അതായത് ക്യാപിറ്റൽ ഗുഡ്സിന് നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ 1,10,000 രൂപയുടെ ഡിപ്രീസിയേഷനും ചാർജ് ചെയ്യാം. ആൻഡ് നമ്പർ 2, നിങ്ങൾക്ക് എന്തും വരും, ഈ പറയുന്ന ബെനിഫിറ്റും എടുക്കാൻ പറ്റും, ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് വരും? റിവേഴ്സ് ചെയ്യേണ്ടി വരും. നോക്കാം. അടുത്തത് 16(4) പ്രകാരം പറയുന്നത്, എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു ടേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഇൻവോയ്സ് ഡെബിറ്റ് നോട്ട് ഫോർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ഓഫ് ദ റിട്ടേൺ അണ്ടർ സെക്ഷൻ 39 ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ ഫോളോയിങ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ടു വിച്ച് സച്ച് ഇൻവോയ്സ് ഓർ ഇൻവോയ്സ് റിലേറ്റിംഗ് ടു സച്ച് ഡെബിറ്റ് നോട്ട് പെർട്ടൈനിങ് ടു ദ ഫർണിഷിംഗ് ഓഫ് ദ റിലവന്റ് ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഈസ് ഏർലിയർ. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് ഈ പറയുന്നത് പോലെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാനും പാടില്ല? നമ്മുടെ ITC ക്ലെയിം ചെയ്യാനും പാടില്ല. അതായത്
നിങ്ങൾ കാര്യങ്ങളൊക്കെ ശരിയാണ്, നിങ്ങൾ പ്രോപ്പറാണ്, നിങ്ങൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, നിങ്ങൾ കള്ളത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുകയോ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. മനസ്സിലായി? മാസമുള്ള റിട്ടേൺ ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഫയൽ ചെയ്യണമെന്നില്ല, ആനുവൽ റിട്ടേൺ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആനുവൽ റിട്ടേണോ നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ITC എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ആസ് പെർ സെക്ഷൻ 16 ഏറ്റവും ബേസിക് ആയിട്ട് ITC ക്ലെയിം ചെയ്യേണ്ട ആവശ്യങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. നോക്കി എന്തൊക്കെയാ കണ്ടീഷൻസ് ഫോർ ടേക്കിംഗ് ITC ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഒന്ന്, പൊസഷൻ ഓഫ് ടാക്സ് പേയിങ് ഡോക്യുമെന്റ്സ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ബില്ലോ അല്ലെങ്കിൽ അതിന്റെ ടാക്സ് ഇൻവോയ്സോ ഡെബിറ്റ് നോട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വേണം ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ കണ്ടീഷൻ, ഗുഡ്സ് ഓർ സർവീസസ് ബോത്ത് റിസീവ്ഡ്. അത് റിസീവ് ചെയ്തിരിക്കണം. അത് നിങ്ങൾ തന്നെ റിസീവ് ചെയ്യണമെന്നില്ല. പൈസ നിങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് ഇതൊരു തേർഡ് പേഴ്സണെ ഏൽപ്പിക്കണം എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അവർക്കാണെങ്കിലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അതും കൂടെ കഴിഞ്ഞാൽ ടാക്സ് ആക്ച്വലി പേ ടു ദ ഗവൺമെന്റ്. ഞാൻ ആ എമൗണ്ട് എങ്ങോട്ട് കൊടുത്തിരിക്കണം? ഗവൺമെന്റിലോട്ട് പേ ചെയ്തിരിക്കണം. ആൻഡ് കണ്ടീഷൻ നമ്പർ 4, എന്ത് ചെയ്തിരിക്കണം? ഞാൻ GSTR2 എന്ന് പറയുന്നത്, സോറി ഞാനല്ലല്ലോ, നിങ്ങൾ GSTR2 എന്ന് പറയുന്ന റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും? ITC എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ പറ്റും. മനസ്സിലായി? സോ സെക്ഷൻ 16 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സെക്ഷൻ 16 പ്രകാരം ഏറ്റവും ബേസിക് ആയിട്ട് ആസ് എ രജിസ്റ്റേർഡ് സപ്ലയർ, സോറി അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ഡീലർ, നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യേണ്ട, ബേസിക്കലി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്തുണ്ട്, നമുക്ക് നോക്കാം. ഒന്ന്, ക്വാണ്ടം ഓഫ് ക്രെഡിറ്റ്. എത്ര രൂപ വരെ നിങ്ങൾക്ക് ക്രെഡിറ്റ് എടുക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ എൻറ്റയർ ക്രെഡിറ്റ് ഓൺ ഇൻപുട്ട് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് allowed can be availed at the time of receipt of input and capital goods. Thus, to the extent there is no difference between input and capital goods under GST law. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് ഇൻപുട്ട് ഗുഡ്സോ ക്യാപിറ്റൽ ഗുഡ്സോ നിങ്ങൾ വാങ്ങിച്ചോട്ടെ, നിങ്ങൾ വാങ്ങിച്ച് അതിന് ഇൻപുട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഫുൾ എമൗണ്ടും ക്രെഡിറ്റ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാം. അതായത് GST ലോ പ്രകാരം ഇൻപുട്ട് ഗുഡ്സിനോ ക്യാപിറ്റൽ ഗുഡ്സിനോ ITC കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇൻപുട്ട് ഗുഡ്സിന് ഇങ്ങനെ ചെയ്യണം, ക്യാപിറ്റൽ ഗുഡ്സിന് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഡിഫറൻസ് ഒന്നും നിലവിലില്ല. ആൻഡ് സെക്കൻഡ് വൺ, ദ ടാക്സ് ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട്സ്. അതായത് നമ്മളോട് പറഞ്ഞു സെക്ഷൻ 16(2) പ്രകാരം എന്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്? ടാക്സ് ഇൻവോയ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? ബേസിക് കണ്ടീഷൻസിനകത്ത് അതാ പറഞ്ഞേ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് പറയണേ. നോക്കി, എനി ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ് ഓഫ് ദ CGST റൂൾസ് 2017. എന്തെങ്കിലും വേണം, ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതെങ്കിലും ഡോക്യുമെന്റ്സ് വേണം. എന്തൊക്കെയാ നോക്കി? ആൻഡ് ഇൻവോയ്സ് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ. ഓക്കെ, അതായത് ഞാൻ നിങ്ങൾക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവോയ്സ് വേണം. ആൻഡ് ഇൻവോയ്സ് ഇഷ്യൂഡ് അണ്ടർ റിവേഴ്സ് ചാർജ്. ഇനി നിങ്ങൾ തന്നെയാണ് റിവേഴ്സ് ചാർജ് ആണെങ്കിൽ, നിങ്ങൾ എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരമാണെങ്കിൽ അത് കാണിക്കണം. ഡെബിറ്റ് നോട്ടോ ബിൽ ഓഫ് എൻട്രി ഉണ്ടായിരിക്കണം. ഇനി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ആ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ ക്രെഡിറ്റ് നോട്ട് ഉണ്ടായിരിക്കണം. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വേണം. ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ? ITC എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായി? ഇനി അതിന്റെ കൂട്ടത്തിൽ പറയുന്നത് നോക്കി, ഓൾ ദീസ് ഡോക്യുമെന്റ്സ് ആർ ഫർണിഷ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഫയലിംഗ് GSTR2 ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾ 36(2) ഓഫ് CGST റൂൾ 2017. അന്നുമില്ല, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ എന്ത് ഫയൽ ചെയ്യാൻ? റിട്ടേൺ ഫയൽ ചെയ്യാൻ. ആൻഡ് no input tax credit shall be availed by a registered person in respect of any tax that has been paid in pursuance of any order where any demand has been confirmed on account of any fraud, willful misstatement or suppressions of act. അതായത് നിങ്ങളൊരു കള്ളത്തരത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു അൺലോഫുൾ ആയിട്ടുള്ള പ്രവൃത്തിയിലാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പക്ക ഉടായ്പും തരികിടയാണ്. നേരത്തെ അങ്ങനെയുള്ള കുറേ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന നേരത്ത് നമുക്ക് ബോഗസ് ഇൻവോയ്സ് എന്നൊക്കെ പറയും. അതിനെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ GST വന്നിരിക്കുന്നത്. നേരത്തെ സെയിൽ ടാക്സിൻ്റെ ഒക്കെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന നേരത്ത് അങ്ങനെ ബോഗസ് ഇൻവോയ്സ് ഒക്കെ വഴി കുറേ ആൾക്കാർ കുറേ ITC ക്ലെയിം ചെയ്യുമായിരുന്നു. മനസ്സിലായി? അതായത് ഒരാൾ ആക്ച്വലി പോയി വാങ്ങിക്കത്തൊന്നുമില്ല. ഈ പറയുന്ന ഏതെങ്കിലും കടയിൽ പോയിട്ട് അവർ സാധനങ്ങൾ വാങ്ങിക്കത്തൊന്നുമില്ല. ഏതെങ്കിലും ഡീലറിൻ്റെ സെയിൽ ടാക്സ് നമ്പർ വെച്ചിട്ട് അവരൊരു ബോഗസ് ഇൻവോയ്സ്, കള്ളത്തരത്തിൽ ഇൻവോയ്സ് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് നമ്മൾ വാങ്ങിച്ചതായിട്ട് കണക്കാക്കി നമ്മൾ ITC ക്ലെയിം ചെയ്യും, അല്ലെങ്കിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യും. ഇപ്പോൾ GST വന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്നറിയാമോ? ഇതെല്ലാം ഓട്ടോമാറ്റഡ് ആണ്. അതായത് കമ്പ്യൂട്ടറിനകത്ത് നിങ്ങളുടെ GSTR നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നിങ്ങൾ ആരിൽ നിന്നൊക്കെ വാങ്ങിച്ചു, എത്ര രൂപയുടെ ഗുഡ്സാണ് വാങ്ങിച്ചത്, എപ്പോഴാണ് വാങ്ങിച്ചത്, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. മനസ്സിലായി? ഈ GST വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അതാണ്. അതായത് നിങ്ങൾ ഇപ്പം ഞാൻ GSTR1 ഫയൽ ചെയ്യുമ്പോൾ ഞാൻ ആരിൽ നിന്നൊക്കെയാണോ ഗുഡ്സ് വാങ്ങിച്ചിരിക്കുന്നത്, ഞാൻ ആർക്കൊക്കെയാണോ ഗുഡ്സ് സെയിൽ ചെയ്തിരിക്കുന്നത് അവർക്കെല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് GSTR2A എന്ന് പറയുന്ന സാധനം ഓക്കെ ആവും. അവർ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ GSTR2A കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഏതിനകത്ത് വന്നോളും? GSTR2 വന്നോളും.
സിറ്റുവേഷൻ മനസ്സിലായി. സോ എന്ത് ചെയ്യണം, റിട്ടേണിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള കള്ളത്തരത്തിലോ കാര്യങ്ങളിലോ ആണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ITC ക്ലെയിം ചെയ്യാൻ പാടില്ല. ഒരു എക്സാമ്പിൾ നോക്കി. മിസ്റ്റർ എക്സ് സപ്ലൈഡ് ടാക്സബിൾ ഗുഡ്സ് ഫ്രം ദ ഫാക്ടറി ആഫ്റ്റർ മാനുഫാക്ചറിംഗ് ഇൻ ദ മന്ത് ഓഫ് October 2017 ഫോർ ദ സെയിൽ ടു ദ ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ₹8 lakh. എക്സ് ലിമിറ്റഡ് ഹാസ് സപ്രസ്ഡ് ദിസ് ട്രാൻസാക്ഷൻ. എക്സ് ലിമിറ്റഡ് ഇത് മറച്ചു വെച്ചു, അല്ലെങ്കിൽ ഇതൊരു കള്ളത്തരത്തിലാണെന്നോ എന്തെങ്കിലും തരത്തിലുള്ള സപ്രഷൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹെൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നോട്ട് അലൗഡ് ടു ദ റെസിപ്പിയന്റ് ഓഫ് ദി ഗുഡ്സ്. മനസ്സിലായി? അതായത് ഈ പറയുന്നത് പോലെ അവർ അങ്ങനെ ഒരു സാധനം കാണിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സപ്രഷൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരിൽ നിന്നാണോ അല്ലെങ്കിൽ ഈ പറയുന്ന റെസിപ്പിയന്റിന് എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല, ഈ ITC എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ പാടില്ല. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡോ അല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സപ്രഷൻസോ കയറി വരികയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഒരിക്കലും ITC എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇനി നോക്കേ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മേ ബി അവൈൽ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, എമൗണ്ട് ഓഫ് ടാക്സ് ചാർജ്ഡ്, ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, GSTIN ഓഫ് ദ സപ്ലയർ ആൻഡ് റെസിപ്പിയൻ ആൻഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാനിരിക്കുകയാണെന്ന് വിചാരിക്കുക. റിട്ടേൺ ഫയൽ ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എത്രയാണ് എമൗണ്ട് ഓഫ് ടാക്സ്, ഏതാണ് ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കണം, ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണെന്ന് നോക്കണം, GSTIN ആരുടെയാ, ഈ സപ്ലയറുടെയും റെസിപ്പിയൻ്റെയും GSTIN നമ്പർ എത്രയാണെന്ന് അറിയണം, ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണെന്ന് അറിയണം. ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണെന്ന് അറിയണം. സോ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പറയുന്ന GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. And the next one, no credit when tax paid on advance receipt. അഡ്വാൻസ് റെസിപ്റ്റിന് എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല, നോ ക്രെഡിറ്റ് ITC ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. നോക്കാം, വേർ ദ ടൈം ഓഫ് സപ്ലൈ ഈസ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ സപ്ലയർ റിസീവ്സ് ദ പേയ്മെന്റ് ഇഫ് ദ പേയ്മെന്റ് ഈസ് റിസീവ്ഡ് പ്രയർ ടു റൈസിംഗ് ഓഫ് ഇൻവോയ്സ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, GST paid by supplier on advance is not auto-populated to the account of receipt of goods or services. Then the recipient of goods or services is not entitled for the credit of tax paid on advances by the supplier. മനസ്സിലായി? ഞാൻ നിങ്ങളിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു, ആ അഡ്വാൻസ് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സപ്ലയർ, നിങ്ങൾ റെസിപ്പിയൻറ്റും ആണേ, ഞാൻ നിങ്ങളിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു, ആ അഡ്വാൻസ് വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്തും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്, ടാക്സും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണേ. ഞാനത് ഈ പറയുന്ന പോലെ പേയ്മെൻറ്റ് നടത്തി, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? സെക്ഷൻ 16(2)(b പ്രൊവൈഡ്സ് ദാറ്റ് ദ റിസീവർ ഷുഡ് ഹാവ് റിസീവ്ഡ് ദ ഗുഡ്സ് ഓർ സർവീസസ് ഫോർ അവൈൽമെന്റ് ഓഫ് ക്രെഡിറ്റ്. മനസ്സിലായി? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു എന്ന് വിചാരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് റിസീവ് ചെയ്തേ പറ്റൂ, ആ ഗുഡ്സോ സർവീസോ റിസീവ് ചെയ്തേ പറ്റൂ. When the payments are made on the advance receipt of supplier, the recipient has not received the goods or services, therefore he is not entitled for the credit of input tax paid. നേരത്തെ 1,10,000 രൂപയുടെ കണക്ക് തന്നെ എടുക്കാം. 1,10,000 രൂപയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത്, അതിനകത്തുനിന്ന് 10,000 രൂപ ഞാൻ ഗവൺമെന്റിലോട്ട് അടച്ചു. ഇത് അഡ്വാൻസ് ആണേ, മനസ്സിലായി? 1 കോടി രൂപയോ 2 കോടി രൂപയുടെ വലിയ പ്രൊജക്റ്റ് ആണ്. പക്ഷേ ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങളിൽ നിന്ന് അഡ്വാൻസ് മാത്രമാണ് വാങ്ങിക്കണേ, നിങ്ങൾക്ക് ഞാനിപ്പോൾ തരുന്നില്ല, ഗുഡ്സോ സർവീസസോ ഞാൻ തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാം. ഈ പറയുന്ന ലാസ്റ്റ് ലോട്ട് വന്നതിന് ശേഷം എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാം. നിലവിൽ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. അതിനർത്ഥം ഈ 10,000 രൂപ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അഡ്വാൻസ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കൊടുത്ത GST ഒരിക്കലും കിട്ടില്ല എന്നല്ല നമ്മൾ പറയണേ, എന്നല്ല ഉദ്ദേശിക്കണേ. അഡ്വാൻസ് കൊടുത്ത GSTക്കകത്ത് നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റും. എപ്പോൾ? നിങ്ങൾക്ക് ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ. സിറ്റുവേഷൻ മനസ്സിലായി? നിങ്ങൾക്ക് ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ITC ക്ലെയിം ചെയ്യാം. സോ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസ് പേയ്മെൻറ്റിന് നിങ്ങൾക്ക് ഗുഡ്സോ സർവീസോ റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ITC എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യാൻ പാടില്ല. നോക്കി, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. സി ലിമിറ്റഡ് ചെന്നൈ procured goods 10,000 kg of 100 per kg from D Limited Delhi. These goods came C Limited to Chennai in the following manner. അതായത് 10,000 കിലോ ആണ് കേട്ടോ. ഇവിടെ 3 ലോട്ടായിട്ടാണ് വന്നിരിക്കുന്നത്, 2,000, 5,000, 3,000. നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് എന്താ, ലാസ്റ്റ് ലോട്ട് എപ്പോഴാണ് വരണേ അപ്പോഴേ ITC ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. ലാസ്റ്റ് ലോട്ട് എപ്പോഴാണ് വരണേ? 3rd ഡിസംബറിലാണ് ലാസ്റ്റ് ലോട്ട് വരണേ. അല്ല, ഡേറ്റ് ഓഫ് ഡിസ്പാച്ച്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് എന്ന് പറയുന്നത് 1st ജാനുവരി. മനസ്സിലായി? ഇനി ഇൻവോയ്സ് വാസ് 10,000 kg ആൻഡ് GST 18% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമൽ ലോസ് തന്നിട്ടുണ്ട്, അബ്നോർമൽ ലോസ് ഒരു 20 കിടപ്പുണ്ട്. ഒന്ന് ഓർത്തിരിക്കണേ. നോർമൽ ലോസ് 2, 5, 1 3 ഡിസ്പാച്ചിനകത്തും 3 തരത്തിലുള്ള നോർമൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. അബ്നോർമൽ ലോസ് ഒരു 20 ഉണ്ടായിട്ടുണ്ട്. അത് 3ാമത്തെ ലോട്ടിലാണ്. അതായത്
ഈ പറയുന്ന 10,000 kgക്കകത്ത് ഒരു 20 മാത്രമാണ് അബ്നോർമൽ ലോസ് ആയിട്ട് കയറി പറഞ്ഞത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതെന്താണെന്ന്. You are required to answer. The first one, C Limited can avail the proportionate credit on 15th November and 20th November. 15th November and 20th November proportionate credit ഫയൽ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, cannot take proportionate credit. എന്ത് ചെയ്യാൻ പാടില്ല? proportionate credit ഫയൽ ചെയ്യാൻ പാടില്ല. കാരണം ലാസ്റ്റ് ലോട്ട് വന്നാൽ മാത്രമേ അത് പാടൂ. And second one, C Limited is eligible for input tax credit. If so, when? Eligible ആണ്. എപ്പോഴാണോ ലാസ്റ്റ് ലോട്ട് വരുന്നത്? എപ്പോഴാണ്? 1st January ലാസ്റ്റ് ലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാം. സോ നോക്കി, C Limited is eligible to avail the input tax credit on 1st January. And the third one, how much the credit is allowed. ക്രെഡിറ്റ് ചെയ്യുന്ന നേരത്ത് നമ്മൾ പയ്യനെ അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. സാധാരണ രീതിയിൽ നോർമൽ ലോസും അബ്നോർമൽ ലോസും കയറി വരികയാണെങ്കിൽ അബ്നോർമൽ ലോസിനെ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തില്ല. അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ ആ അബ്നോർമൽ ലോസിന് ITC ക്ലെയിം ചെയ്യാനും പാടില്ല. മനസ്സിലായി? സോ നോർമൽ ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ, ഓക്കെ, ഈ പറയുന്ന ഫ്രൈറ്റിൻ്റെ കേസാണ് ഞാൻ പറയണേ. ഫ്രൈറ്റിൻ്റെ കേസിനകത്ത്, അതായത് ഗുഡ്സ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നോർമൽ ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ആ നോർമൽ ലോസിൻ്റെ എമൗണ്ടിനും കൂടെ ചേർത്തിട്ട്, ക്വാണ്ടിറ്റിക്കും കൂടെ ചേർത്തിട്ട് നമുക്ക് ക്രെഡിറ്റ് ഫയൽ ചെയ്യാം. പക്ഷേ അബ്നോർമൽ ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ആ അബ്നോർമൽ ലോസിന് നമുക്ക് ഒരിക്കലും ക്രെഡിറ്റ് ഫയൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്ത ടോപ്പിക്കായിട്ട് അവർ കാണിച്ചിരിക്കുന്നതാ ലോസ് ഓഫ് ഇൻപുട്സ്. പ്രോസസ് ലോസും വരും, ലോസ് ഡ്യൂറിങ് ട്രാൻസിറ്റും വരും, അല്ലേ? അതായത് റോ മെറ്റീരിയൽ കൊണ്ടുവന്ന് നമ്മുടെ ഫാക്ടറിക്കകത്ത് കൊണ്ടുവരുന്ന സമയത്തും എന്താ പറയുക, ആ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ലോസ് വരും. അതാണ് ലോസ് ഡ്യൂറിങ് ട്രാൻസിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അത് വെച്ച് പ്രോസസ്സിങ് ചെയ്തു തുടങ്ങും, അപ്പോഴും നമുക്ക് ലോസ് വരും. നോക്കി, പ്രോസസ്സിങ്ങിൻ്റെ സമയത്തുണ്ടാവുന്ന നോർമൽ ലോസ് ആണെങ്കിലും ശരി, അബ്നോർമൽ ലോസ് ആണെങ്കിലും ശരി, ITC ഓൺ ഇൻപുട്ട് അലൗഡ്. എന്ത് ചെയ്യാം? ITC ക്ലെയിം ചെയ്യാം. പക്ഷേ ട്രാൻസിറ്റിൻ്റെ സമയത്തുണ്ടാവുന്ന നോർമൽ ലോസിന് മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. അബ്നോർമൽ ലോസിന് എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല? ITC എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യാൻ പാടില്ല. സിറ്റുവേഷൻ മനസ്സിലായി? നമ്മൾ പയ്യനെ അടുത്ത ടോപ്പിക്കിലോട്ട് വന്നു. ആ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയണേ നോർമൽ ലോസും അബ്നോർമൽ ലോസും രണ്ടും പ്രോസസ്സിൻ്റെ സമയത്താണ് നോർമൽ ലോസോ അബ്നോർമൽ ലോസോ സംഭവിക്കുന്നതെങ്കിൽ നോ ഇഷ്യൂസ്. രണ്ടിൻ്റെയും ഫുൾ എമൗണ്ട് ഓഫ് ITC നമുക്ക് ക്ലെയിം ചെയ്യാം. മനസ്സിലായി? പക്ഷേ ട്രാൻസിറ്റിൻ്റെ സമയത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന അബ്നോർമൽ ലോസ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇവിടെ നോക്കി, ഇത് കണ്ടോ, ഇവിടെ 9,980 കിലോയ്ക്ക് എടുത്തിട്ടുള്ളൂ. അതായത് 1,10,000 യൂണിറ്റിന് 100 രൂപ നിരക്കിൽ ടോട്ടൽ വാല്യൂ വരും. അതിൻ്റെ 18% GST വരും. പക്ഷേ ആ ഫുൾ എമൗണ്ട് നമ്മൾ ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇൻറ്റു 9,980 ഡിവൈഡ് ബൈ 10,000. അതായത് ആ 20 എന്ന് പറയുന്ന അബ്നോർമൽ ലോസ് നമ്മൾ മൈനസ് ചെയ്യേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായോ? Okay, it is not necessary that the goods are physically received by the recipient. The recipient can issue direction to the delivery to the third person. നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കണമെന്നില്ല. നിങ്ങൾ പൈസ തന്നിട്ട് നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു ഗോഡൗണിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വേറൊരു ഏജന്റിനോട്ടോ നിങ്ങൾ പറഞ്ഞ രീതിയിൽ വേറൊരു തേർഡ് പേഴ്സണോ അയക്കാൻ പറഞ്ഞാൽ ഞാൻ അയക്കും. അവിടെ ഈ പറയുന്ന നിങ്ങൾ ഗുഡ്സ് റിസീവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി അത് വാങ്ങിക്കണം എന്ന് മാത്രമല്ല അർത്ഥം. മനസ്സിലായോ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. Okay, അടുത്തത്, it is now specifically provided that supplier has actually paid to the credit of appropriate government the tax amount on the supply made by him. ഞാൻ എന്ത് ചെയ്തിരിക്കണം? ആസ് എ സപ്ലയർ ഞാൻ എന്ത് ചെയ്തിരിക്കണം? ആ എമൗണ്ട് ഗവൺമെന്റിലോട്ട് പേ ചെയ്തിരിക്കണം. And the taxpayer can make the payment of such a liability either by using the balance available in the credit ledger or cash ledger. The payment is required to be made by the 20th of the following month. മനസ്സിലായി? സപ്ലയറുടെ ഉത്തരവാദിത്തമാണ് പറയണേ. നമ്മൾ ഇതും നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആയിരുന്നു. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ ഞാൻ വാങ്ങിച്ചു, അത് ഗവൺമെന്റിലോട്ട് ഞാൻ അടയ്ക്കാം. അല്ലെങ്കിൽ എനിക്ക് ആ 10,000 എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ITC ആയിട്ട് ക്ലെയിം ചെയ്യാം. എന്താണെങ്കിലും ഇത് എപ്പോഴേക്കുള്ളിൽ ചെയ്യണമെന്ന് മാത്രം 20-ാം തീയതിക്ക് മുമ്പ്, അതായത് മന്ത്ലിയാണ് GSTR റിട്ടേൺ പറഞ്ഞത്. സോ അടുത്ത മാസം 20-ന് മുമ്പ് നമുക്ക് എന്ത് സബ്മിറ്റ് ചെയ്തേ പറ്റൂ? ഈ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തേ പറ്റൂ. മനസ്സിലായോ? ഓക്കെ, നോക്കി, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാവേ. X Limited supply taxable goods from the factory after manufacturing in the month of October 2017 for a sale to the distributor of rupees 8 lakh. 8 lakh ആണ് വാല്യൂ പറഞ്ഞത്. However, he deposited GST 12% on these goods on 10/1/2018. എപ്പോഴാ? ഓക്കെ, ഒക്ടോബറിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ കഴിഞ്ഞാൽ, ഒക്ടോബറിൽ സെയിൽ ചെയ്താൽ തീർച്ചയായിട്ടും നവംബറിൽ നമുക്ക് എന്ത് സബ്മിറ്റ് ചെയ്യണം? റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. പക്ഷേ 2-3 മാസം കഴിഞ്ഞ് ജാനുവരി 10-ാം തീയതി 2018 ജാനുവരി 10-നാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യണേ. എഗെയിൻസ്റ്റ് എ ഷോ കോസ് നോട്ടീസ് ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 74 by the central tax officer and pass the order accordingly. അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് നവംബറിൽ ഒക്ടോബറിൽ സാധനം കൈമാറിയാൽ നിങ്ങൾ നവംബറിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷേ നിങ്ങൾ നവംബറിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നോട്ടീസ് വന്നിട്ട് ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജാനുവരി 10-നാണ് എന്ത് ചെയ്യണേ? റിട്ടേൺ ഫയൽ ചെയ്യണേ. ഓക്കെ,
During the month December 2017, X Limited received goods of rupees 5 lakh. X Limited received goods of 5 lakh by paying GST 12%. ഈ എക്സ് ലിമിറ്റഡ് ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് 5 ലക്ഷം രൂപയുടെ, അതിന് 12% GST കൊടുത്തിട്ടുണ്ട്. ആൻഡ് യുവർ ആൻസർ ഈസ് ഡിഫറെൻറ്റ്. അതായത് ഇതിൻ്റെ ലൈബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. യുവർ ആൻസർ ഈസ് ഡിഫറെൻറ്റ് ഇഫ് എക്സ് ലിമിറ്റഡ് പേ GST 12% അഗെയിൻസ്റ്റ് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 73. ഷോക്കോസ് നോട്ടീസ്, നിങ്ങൾ എന്താണ് അടയ്ക്കാത്തതെന്ന് പറഞ്ഞൊരു ഷോക്കോസ് നോട്ടീസ് വന്നു, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പേ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്നാണ് ചോദിക്കണേ. ആൻഡ് എക്സ് ലിമിറ്റഡ് പെയ്ഡ് ഔട്ട്പുട്ട് ടാക്സ് ബൈ ദ ഫോളോയിങ് സെൽഫ് അസസ്മെൻറ്റ് when there is a no ഷോക്കോസ് നോട്ടീസ് issued. അതായത് ഒരു ഷോക്കോസ് നോട്ടീസോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ കൃത്യമായിട്ട് അടക്കേണ്ട സമയത്ത് തന്നെ അത് അടച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണേ എന്നാണ് നോക്കണേ. നോക്കി, സ്റ്റേറ്റ്മെന്റ് ഷോയിങ് GST ഡെപ്പോസിറ്റ്. ആദ്യത്തെ 8 ലക്ഷം രൂപയാണ്, അതിൻ്റെ 6% വെച്ച് ടോട്ടൽ 12%. സോ 6% വെച്ച് CGST ആൻഡ് SGST എന്നുള്ള കാര്യങ്ങൾ വരും അല്ലേ. ITC 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ 12% നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പാടില്ല. കാരണം എന്താ? സിൻസ് ഇറ്റ് ഈസ് പെയ്ഡ് അഗെയിൻസ്റ്റ് ദ ഓർഡർ വെർ ദർ ഈസ് എ ഫ്രോഡ്. സെക്ഷൻ നമ്മളോട് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഷോക്കോസ് നോട്ടീസ് ആണ് വന്നിരിക്കുന്നത് ഫ്രോഡിന് അഗെയിൻസ്റ്റ് ആയിട്ട്, വെൻ ദർ ഈസ് എ ഫ്രോഡ്. സോ ഫ്രോഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഷോക്കോസ് നോട്ടീസ് വന്നിട്ടാണ് നിങ്ങൾ എന്ത് ഫയൽ ചെയ്തിരിക്കുന്നത്? റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല? ITC എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ പാടില്ല. അതാത് സമയത്ത് അടച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഒക്ടോബറിലെ കേസ് നവംബറിൽ അടച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് നവംബറിൽ അടയ്ക്കാത്തതുകൊണ്ട് ഫ്രോഡ് എന്നുള്ള പേരിൽ നിങ്ങൾക്ക് നോട്ടീസ് വന്ന് ആ നോട്ടീസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ITC റിട്ടേൺ ക്ലെയിം ചെയ്യാൻ പാടില്ല. നിങ്ങൾ 48,000 രൂപ തന്നെ അടയ്ക്കണം ആസ് എ സപ്ലയർ. ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിലോ, നോക്കി, അങ്ങനെ ഒരു ഫ്രോഡിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലെങ്കിലോ എന്ത് ചെയ്യാം? 30,000 വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് പേ ചെയ്യാം? ഈ പറയുന്ന 5 ലക്ഷം രൂപ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ 12% മൈനസ് ചെയ്ത് 30,000 റുപ്പീസിൽ തന്നെ മൈനസ് ചെയ്ത് ബാലൻസ് എത്രയിന് മാത്രം? 18,000 റുപ്പീസിന് മാത്രം നമുക്ക് എന്ത് ക്ലെയിം ചെയ്താൽ മതി? GST ക്ലെയിം ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ എല്ലാത്തിനെയും GSTക്കകത്ത് പറയുന്ന ബേസിക് കണ്ടീഷൻസിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, റിട്ടേൺ അണ്ടർ സെക്ഷൻ 39 ഓഫ് CGST ആക്ട് മസ്റ്റ് ബി സബ്മിറ്റ് ടു അവൈൽ ദ ക്രെഡിറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, എന്താ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫയൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സപ്ലയർ എന്ത് ഫയൽ ചെയ്തേ പറ്റൂ? റിട്ടേൺ ഫയൽ ചെയ്തേ പറ്റൂ. ഇറ്റ് മീൻസ് ദ ക്രെഡിറ്റ് വിൽ ബി ഡിനൈഡ് even when the recipient has to pay tax to the supplier and supplier has to fail to pay tax to the government. മനസ്സിലായി? അതായത് നിങ്ങൾ എനിക്ക് ടാക്സ് തന്നു, പക്ഷേ ഞാൻ ആ ടാക്സ് എന്ത് ചെയ്തിട്ടില്ല? ഗവൺമെൻറ്റിലോട്ട് പേ ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടില്ല. മനസ്സിലായി? പിന്നെ അത് കേസായി, എന്തുകൊണ്ടാണ് ഞാൻ ഫയൽ ചെയ്യാത്തത്, എന്താണ് അതിൻ്റെ റീസൺ, എന്താണ്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളായി, അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളായി, അങ്ങനെ കുറേ അത് നമുക്ക് വേറെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇത്രയും മാത്രം ആലോചിക്കുക, ഞാൻ നിങ്ങളിൽ നിന്ന് ടാക്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാൻ പാടില്ല. ഞാൻ അതിൻ്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായി? അതായത് ഞാൻ അത് ഗവൺമെൻറ്റിലോട്ട് അടച്ചിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ ഗവൺമെൻറ്റിലോട്ട് കൊടുത്തിരിക്കണം. മനസ്സിലായല്ലോ? ആൻഡ് റിവേഴ്സ്ഡ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ കേസ് ഓഫ് നോൺ പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ. നമുക്കത് അടുത്ത വീഡിയോയ്ക്കകത്ത് നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്നത് പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഏതിൻ്റെ? ITC ക്ലെയിം ചെയ്യണതിൻ്റെ സെക്ഷൻ 16 എന്ന് പറയുന്ന ഓർത്ത് വെച്ചാൽ മതി. സോ സെക്ഷൻ 16 പ്രകാരം ബേസിക്കലി ITC ക്ലെയിം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കണേ. നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളും പഠിക്കാം. ഓക്കെ, ബൈ.